Hi, welcome to Sakya Naturopathy Hospital and Fertility Center, Malayattur. സാക്കിയ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് സാക്കിയ. സാക്കിയയിൽ നാച്ചുറോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ് ചെയ്യുന്നത്. നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏകദേശം 134ഓളം രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ ശാഖയാണ് നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അന്നേരം നാച്ചുറോപ്പതിയിൽ മേജർലി നമ്മളുടെ ബോഡിയുടെ ഹീലിംഗ് എബിലിറ്റി ആണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് എവല്യൂഷൻ ഓഫ് നാച്ചുറോപ്പതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസത്തിലും നമ്മളുടെ ഹോർമോൺസിലും അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിലും ഇമ്മ്യൂണിറ്റിയിലും ഒക്കെ ഉള്ള അതേപോലെ ഈ ഡീടോക്സിഫിക്കേഷനിലൊക്കെയുള്ള ഇംബാലൻസിനെ അല്ലെങ്കിൽ ബയോകെമിക്കലായിട്ടുള്ള ഇംബാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഫങ്ഷണൽ മെഡിസിനിൽ ചെയ്യുന്നത്. കാരണം സാക്കിയയിൽ നാച്ചുറോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി സാഖ്യയുടെ മീനിങ് എന്താണ്? സാഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹൂ ക്യാൻ. അന്നേരം സാഖ്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൻ്റെ ഒരു കൺസെപ്റ്റും ഇതാണ്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ റെസ്പോൺസിബിൾ ആകാനായിട്ട് റെഡിയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ഗുഡ് ഹെൽത്ത്. സാക്കിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ തീരുമാനിച്ചു അതിനെ നന്നാക്കണം തീരുമാനിച്ചെങ്കിൽ അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. കാരണം സാഖ്യ ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മലയാറ്റൂരാണ്, മലയാറ്റൂരാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ഡ്രൈവാണ് സാഖ്യയിലേക്കുള്ളത്. പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് സാഖ്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൻ്റേത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ നാച്ചുറോപ്പതിക് ഫെർട്ടിലിറ്റി കെയറിന് വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സാക്കിയ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ. ഇനി സാക്കിയയുടെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ മറ്റു പല ഹോസ്പിറ്റലുകളിൽ നിന്നും വ്യത്യസ്തമാണ് സാക്കിയയുടെ ഈ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. സാക്കിയയിൽ ഒരു സിംറ്റംസ് കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ രോഗലക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു രോഗത്തിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മൂലകാരണം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് സാക്കിയ അനുവർത്തിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ നടത്താനായിട്ട് ഈ ഒരു അപ്രോച്ച് നമ്മളെ സഹായിക്കും. ഇപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒന്നും ഒറ്റൊരു രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല. കുറേ വർഷത്തെ പലതരത്തിലുള്ള ജീവിതശൈലിയിൽ ഉണ്ടായിരിക്കുന്ന ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അത് നമ്മുടെ ന്യൂട്രീഷൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലുള്ള മറ്റുള്ള ഇഷ്യൂസ് ലൈക്ക് നമ്മുടെ ഗട്ട് ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ ഈ ഒരു ഇംബാലൻസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് കാരണമാകും. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അന്നേരം സാക്കിയിൽ നമ്മൾ ആ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഈ ഇംബാലൻസസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. ആ ഒരു അപ്രോച്ചാണ് സാക്കിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി സാക്കിയിലെ ഹീലിംഗ് മൊഡാലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ സാക്കിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ ആണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, നമ്മളുടെ ഡയറ്റ് തെറാപ്പി, ഉപവാസം, അതുപോലെ തന്നെ ഹൈഡ്രോതെറാപ്പി, മഡ് തെറാപ്പി, യോഗ തെറാപ്പി, അങ്ങനെയുള്ള നാച്ചുറോപ്പതിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ഫങ്ഷണൽ മെഡിസിൻ പ്രോട്ടോകോൾസും, അതായത് ടാർഗറ്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ, ഹെർബൽ സപ്ലിമെൻറ്റേഷൻ, അങ്ങനെയുള്ള ഒരു അപ്രോച്ചും അതോടൊപ്പം തന്നെ അക്യുപങ്ക്ചർ, മെഡിറ്റേഷൻ, യോഗ, പലതരത്തിലുള്ള മസാജ് തെറാപ്പീസ്, ഓസോൺ തെറാപ്പി എന്നിങ്ങനെ നാച്ചുറലായിട്ടുള്ള അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ബോഡിയുടെ ഹീലിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സാണ് സാക്കിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സാക്കിയയിലെ സ്പെഷ്യാലിറ്റി പ്രോഗ്രാംസിനെ കുറിച്ച് പറയുമ്പോൾ സാക്കിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നാച്ചുറോപ്പതിക് ഫെർട്ടിലിറ്റി സെൻ്ററാണ്. അന്നേരം നമ്മൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ഒരുപാട് ഫോക്കസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കപ്പിൾസിൻ്റെ ഇൻഫെർട്ടിലിറ്റിക്കുള്ള റൂട്ട് കോസ് അത് എവിടെയാണ് എന്നുള്ളത്, സ്ട്രെസ് ആണോ അതോ ലൈഫ് സ്റ്റൈലിലുണ്ടായിരിക്കുന്ന ഇഷ്യൂ ആണോ അല്ലെ ഹോർമോണിലുണ്ടായിരിക്കുന്ന ഇഷ്യൂ ആണോ, അതിനെ നമ്മൾ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ
ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ സാക്കിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ്, IBS, കോൺസ്റ്റിപ്പേഷൻ, IBD അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളുടെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ലൈക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആങ്കിലോസിക് സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും സാക്കിയുടെ ട്രീറ്റ്മെൻറ്റ് പരിധിയിൽ പെടുന്നുണ്ട്. ഇനി സാക്കിയയിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ജേർണി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യൻറ്റ് നമ്മളുടെ അടുത്ത് അസസ്മെൻറ്റിന് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അസസ്മെൻ്റ് ആയിരിക്കും. അതിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽസ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ഡാറ്റയും വെച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ റൂട്ട് കോസ് എന്താണ് അല്ലെങ്കിൽ അവരുടെ അസുഖത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് കോസ് ആണെങ്കിൽ നമ്മളതിനെ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള നാച്ചുറോപ്പതിക്കായിട്ടുള്ളതും ഉള്ള പലതരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കും. ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഐഡിയലായിട്ടുള്ള ഡ്യൂറേഷൻ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ളത് 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റാണ്. ചില കേസുകളിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള കേസുകളിൽ കൂടുതൽ ഡ്യൂറേഷൻ ആവശ്യമായിട്ട് വരും. ഇനി അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരാൾക്ക് സാക്കിയയിൽ അഡ്മിറ്റ് ആകാനായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അത് എല്ലാ കണ്ടീഷൻസിനും പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ അത് പോസിബിൾ ആണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് സാക്കിയുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് സാക്കിയുടെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പേഴ്സണലൈസ്ഡ് ആണ്. ഓരോരുത്തരുടെയും റൂട്ട് കോസ് അസസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇവിടെ സാക്കിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം പ്രാക്ടിക്കലായിട്ടും സസ്റ്റൈനബിളായിട്ട് ലോങ് ടേമിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതും നമ്മളുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ് ലോങ് ടേം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കുന്നതുമായിരിക്കും. അന്നേരം സാക്കിയുടെ ഒരു കോർ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗത്തിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നു, അതിനെ ആസ് നാച്ചുറൽ ആസ് പോസിബിൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്.